ഓം ശ്രീ ഗണേശാചാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണീയം. ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂടവധവും അരിഷ്ടവധവും. ഗോപികൾക്കൂരസാമൃതം പകർന്നുരാദേവൻ കൃഷ്ണൻ ഗോപന്മാരുമായി ദിവ്യ ഉത്സവമാടി. അംബികാവാനത്തിൽ പിന്നെ ഉറങ്ങുന്ന സമയത്ത് അച്ഛനം നന്ദനെയൊരു പാമ്പു വിഴുങ്ങി. ഗോപജനം ഒത്തുചേർന്നു പാമ്പിനെ എതിർത്തു നോക്കി. പരാജിതരായി അവർ നിലവിളിച്ചോ. കായാമ്പുവർണ്ണനം എത്തി കാരുകൊണ്ടു സ്പർശിച്ചപ്പോൾ പാമ്പിൻ രൂപം മാറിയതു വിദ്യാധരനായി. സുദർശനധാരിയാകും ദേവാനനോ സുദർശനൻ മുനിജന ശാപത്താലെ പെരുമ്പാമ്പായി. ശാപമോക്ഷം ലഭിച്ചവൻ സ്വർലോകത്തിലേക്കു പോയി. ഗോപജനം മോദത്തോടെ തിരിച്ചുപോയി. രാമനൊത്തു അവിടുന്നു നാരിമാരുമായി രമിക്കെ ശംഖചൂടൻ നാരികളെ കവർന്നെടുത്തു. ഭഗവാനോ ശംഖചൂട നിഗ്രഹവും നടത്തിനാൻ. ശംഖചൂടൻ തൻ്റെ രത്നം ഏട്ടനു നൽകി. കൂട്ടുകാരുമൊത്തു കാട്ടിൽ കളിയാടിയിടുന്ന നേരം ആകാശത്തു ദേവസ്ത്രീകൾ മിഴിച്ചു നിൽക്കും. മുരളീധര നിന്നൂടെ വിരഹത്താൽ മനം നൊന്തു ഗോപസ്ത്രീകൾ പലപ്പോഴും മിഴി തുടയ്ക്കും. കംസഭൃത്യനായുള്ളോരാ ഹിംസാത്മകൻ അരിഷ്ടനോ കാളവേഷം കെട്ടി അമ്പാടി തന്നിലെത്തി. കഠോരപ്രകൃതനായ അസൂരനോ അനന്തരം കണ്ണൻ തൻ്റെ ദർശനത്തിനായി മോഹിച്ചു. ലോകമാകെ വിറപ്പിക്കും ക്രൂരനായ ദുഷ്ടക്കാള ഘോരരൂപം കൈക്കൊണ്ടിട്ടു ഓടി നടക്കേ. ഗോരക്ഷകരെയും പശുക്കളെയും ഓടിച്ചാനവൻ ഗോരക്ഷകനാകും നിന്റെ നേരെയടുത്തു. തല ഉയർത്തി പീഡിച്ചും കൊമ്പു കുരുക്കിയും വന്ന ഭയമില്ലാത്തവനാകും അസൂരനെ നീ. ദയയൊട്ടും കാണിക്കാതെ പിടികൂടി ബലാൽക്കാരാൽ ദയാസിന്ധു അവനു നീ മോക്ഷം കൊടുത്തു. വൃഷത്തെ കൊന്നതു മൂലം ഭൂമി തന്നിൽ അനുപമ വൃഷസ്ഥിതി കൈവന്നെന്നു ഘോഷിച്ചു സൂരർ. വൃഷാവാകും ഇന്ദ്രൻ തൻ്റെ മനം മോദത്താൽ നിറഞ്ഞു. വൃഷ്ണിവംശപാല നിന്റെ ലീല അത്ഭുതം. കാളകളെ കൊന്നിടുന്ന കാളമുകിലോളി വർണ്ണൻ വന്നിടുന്നു വഴി മാറൂ ചൊല്ലി ഗോപന്മാർ. ഗോപജന ഫലിതത്തെ ആസ്വദിച്ചു മടങ്ങുന്ന ഗോകുലേശ എന്നെ എന്നും രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.